ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ജോയ്ലൻ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 1904 സഹകരണ നിയമമാണ്, അല്ലെ? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് 1904 1912. അപ്പൊ നമ്മുടെ രാജ്യത്ത് ആദ്യമായി രൂപം കൊണ്ട, ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ആദ്യമായി രൂപം കൊണ്ട നിയമമാണ് എന്ന് പറയുക ആ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പൊ ആ പേര് ഓർത്തേക്ക് കേട്ടോ. ആ ക്രെഡിറ്റ് എന്നുള്ള വാക്കിന് നമ്മളുടെ പ്രാധാന്യം നൽകണം. ഓർത്ത് വെച്ചാൽ കോപ്പറേറ്റീവ് എന്താണ് പറയുന്നത്? ആ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ നിയമത്തില് ഗുണത്തേക്കാൾ അല്ലെ കുറച്ച് പോരായ്മകളെ കുറിച്ചാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ ഒരുപാട് പോരായ്മകളുണ്ട്. നമുക്കറിയാം, ആദ്യമായിട്ട് ഒരു നിയമമല്ലേ, അപ്പൊ അതിന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിശോധിക്കാം. നമ്മുടെ CSCB എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, അവിടെ എല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് അല്ലെ, ബേസിക് നിയമം അല്ലേ, ഇതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ പോകാം. 1904 1912 ഇതെല്ലാം പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. പിന്നെ 1904 കാര്യമാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നോക്കി, ഇതിന്റെ പേര് നോക്കിയേ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 അല്ലെ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പൊ ഇതിന്റെ വിശേഷണം ഒന്നാമത്തെ പോയിന്റിൽ തന്നെ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ് എന്ന് പറയുക കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 അല്ലെ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന് ഓർത്തു വെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ് എന്ന് പറയുക ആ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. വീണ്ടും വീണ്ടും നിങ്ങൾ എന്താണ് റിപ്പീറ്റ് ചെയ്യണം, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നോക്കി, ആക്ട് നമ്പർ 10 ഓഫ് 1904. അപ്പൊ 1904 10ാമത്തെ നിയമമാണ് അല്ലെ, ആക്ട് 10 ഓഫ് 1904. അപ്പൊ നമ്മുടെ എന്താണ് CCS ആക്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 1904 പാസ്സാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ 10ാമതായിട്ട് 1904 ആ വർഷത്തില് 10ാമതായിട്ട് പാസ്സാക്കിയ നിയമമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ഡേറ്റ് പാസ്ഡ് ഓൺ എന്നാണ് 25/3/1904 അല്ലെ, 25/3/1904 ഇത് പാസ്സാക്കിയത് അല്ലെ, ഓർക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, 2 പോയിന്റ് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ്. പിന്നീട് പറയുന്നുണ്ടായി എന്താണ്, ആക്ട് നമ്പർ 10 ഓഫ് 1904. 1904 10ാമതായിട്ട് പാസ്സാക്കിയ നിയമമാണ്. എന്നാണ് പാസ്സാക്കിയത്? 25/3/1904 അല്ലെ, 25/3/1904 പഠിച്ചല്ലോ. അടുത്ത പോയിന്റ് ആണ്, ഈ ആക്ടിലെ 1904 ആക്ട് കണ്ടെയ്ൻഡ് ഓൺലി 29 സെക്ഷൻസ് അല്ലെ. ഈ ആക്ടിൽ ആകെ 29 വകുപ്പുകളെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ KCS ആക്ട് നോക്കിയാൽ 110 സെക്ഷൻ ഉണ്ട്. ഇപ്പൊ എന്തേലും കാര്യങ്ങൾ പഠിക്കണം. അന്നാണെന്ന് നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് വെറും 29 വകുപ്പുകൾ, വെറും 29 സെക്ഷൻസുകൾ മാത്രമേ 1904 ആക്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പോയിന്റ് പറയുകയാണ് നോക്കി, ഓൺലി 10 persons required to form a society as per the 1904 ആക്ട്. 1904 ആക്ട് പ്രകാരം 10 പേരുണ്ടെങ്കിൽ സംഘം രൂപീകരിക്കാം അല്ലെ. എന്താ പറയുക, 1904 ആക്ട് പ്രകാരം ഓൺലി 10 persons, വെറും 10 പേര് മതി സംഘം രൂപീകരിക്കാം. അപ്പം 1904 ആക്ടില് 29 വകുപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 29 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ 4ാമത്തെ പോയിന്റ് നോക്കിയേ, ദ 1904 ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് വിത്തൗട്ട് ഹാവിംഗ് എനി റൂൾ. ഒരു റൂള് പോലും ഇല്ല, വെറും 29 സെക്ഷൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് റൂൾസ്, ചട്ടങ്ങൾ ഒന്നുമേ ഇല്ല അല്ലെ, വെറും 29 സെക്ഷൻസ് മാത്രം നോക്കിയാണ്. അടുത്ത 5ാമത്തെ പോയിന്റിൽ പറയാണ്, The 1904 Act was based on British Friendly Societies Act 1896 കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1904 ആക്ട് എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ പാസ്സാക്കിയത് അല്ലെങ്കിൽ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ, ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 അല്ലെ. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന്റെ ബേസിൽ അടിസ്ഥാനത്തിലാണ് 1904 ആക്ട് അല്ലെങ്കിൽ 1904 ആക്ട് നമ്മൾ പാസ്സാക്കിയത്.
ക്ലിയർ അല്ലേ? ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? ആക്ട് നമ്പർ 10 ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ 25/3/1904. പിന്നെ പറയുന്നു വെറും 29 വകുപ്പുകൾ, വെറും 10 പേരുണ്ടെങ്കിൽ സംഘം രൂപീകരിക്കാം. ഒരു റൂള് പോലും ഇല്ല, ഒരു ചട്ടം പോലും ഇല്ല. പിന്നെ പറയാണ് 1904 ആക്ട് എന്തിനെ ബേസ് ചെയ്യുന്ന വെച്ചാൽ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 എന്ന് ഓർത്ത് വെച്ചിരിക്കും. ഇവിടെ പറയുന്നുണ്ട് 1904 ആക്ട് പ്രകാരം അർബൻ സൊസൈറ്റി, ഓർത്ത് വെച്ചേക്കുക, 1904 ആക്ട് പ്രകാരം അർബൻ സൊസൈറ്റി വാസ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. അർബൻ സൊസൈറ്റിയുടെ ബാധ്യത എന്താണ്? ലിമിറ്റഡിൽ നമുക്ക് രൂപീകരിക്കാം, അല്ലെങ്കിൽ ഓർ അൺലിമിറ്റഡ്. കേട്ടോ, ആ ലിമിറ്റഡിലും അല്ലെങ്കിൽ എന്താ പറയുക ബാധ്യത ഒന്നെങ്കിൽ ലിമിറ്റഡിലാകാം അല്ലെങ്കിൽ ഓർ ആണ്. കേട്ടോ, ഓർ ലിമിറ്റഡോ അൺലിമിറ്റഡോ നമ്മുടെ ഇഷ്ടം. ഇനി പറയാണ് ലയബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. കേട്ടോ, അത് അൺലിമിറ്റഡ് ആണ്. ഓർത്ത് വെച്ചേക്കുക, അർബൻ സൊസൈറ്റിയെ നമുക്ക് അല്ലെ അർബൻ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന്റെ ലയബിലിറ്റി വേണമെങ്കിൽ ലിമിറ്റഡ് ആകാം അല്ലെങ്കിൽ ഓർ അൺലിമിറ്റഡ്. ലിമിറ്റഡ് ആകാം, അൺലിമിറ്റഡ് ആകാം. എന്നാൽ റൂറൽ സംഘമാണെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഇല്ല, അൺലിമിറ്റഡ് തന്നെ രൂപീകരിക്കണം. അർബൻ ആണെങ്കിലോ അവിടെ ലിമിറ്റഡിലും ആകാം അൺലിമിറ്റഡിലും ആകാം എന്ന് ഓർത്ത് വെച്ചേക്കുക. മക്കളെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ്. ഗുണത്തെക്കാൾ ഉപരി ദോഷങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. നോക്കിയേ, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ ദി 1904 ആക്ട്. ഇപ്പൊ 1904 ആക്ട് പ്രകാരം പറയുന്നുണ്ട് സെൻട്രൽ സംഘം അല്ലെങ്കിൽ എന്താണ് പറയുക അപ്പെക്സ് സംഘം, സെൻട്രൽ സംഘമോ അപ്പെക്സ് സംഘമോ ഒന്നും 1904 ആക്ട് പ്രകാരം നമുക്ക് രൂപീകരിക്കാൻ പറ്റില്ല. സെൻട്രൽ സംഘം രൂപീകരിക്കാൻ പറ്റില്ല, അപ്പെക്സ് സംഘം രൂപീകരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ എന്താണ്? നോൺ ക്രെഡിറ്റ് സംഘങ്ങൾ രൂപീകരിക്കാൻ പറ്റില്ല. വായ്പാ ഇതര സംഘങ്ങൾ, ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമേ നമുക്ക് രൂപീകരിക്കാൻ പറ്റിയുള്ളായിരുന്നു. കേട്ടോ, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പേര് നമ്മൾ ശ്രദ്ധിക്കണം, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. ദാറ്റ് മീൻസ് ആസ് പെർ ദിസ് ആക്ട് അല്ലെ, ഈ ആക്ട് പ്രകാരം നമുക്ക് എന്താണ് ക്രെഡിറ്റ് സംഘങ്ങൾ മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് രൂപീകരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ധനസഹായ ബാങ്ക് അല്ലെങ്കിൽ ധനസഹായ സൊസൈറ്റി, ഫിനാൻസിംഗ് ബാങ്ക് രൂപീകരിക്കാൻ പറ്റില്ല. നോൺ ക്രെഡിറ്റ് സംഘം രൂപീകരിക്കാൻ പറ്റില്ല. അപ്പെക്സ് സംഘം രൂപീകരിക്കാൻ പറ്റില്ല. സെൻട്രൽ സംഘം രൂപീകരിക്കാൻ പറ്റില്ല. കൂടുതലും ദോഷങ്ങളാണ് ഓർത്ത് വെച്ചത്. അടുത്ത പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1904. അത് കറക്റ്റല്ലേ അല്ലെ? ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഏതാണ്? 1904ലാണ്. കാരണം 1904 ആക്ട് വന്നു, അത് പ്രകാരം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത പോയിന്റ്, ഇത് 1904 ആക്ട് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഈ ആക്ട് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ്? വെറും 29 സെക്ഷൻസുകൾ മാത്രം നോക്കിയാൽ പോരെ. വകുപ്പുകൾ കൂടും തോറുമാണ് അവിടെ ടൈറ്റ് ആകുക കാര്യങ്ങൾ അല്ലെ. വകുപ്പുകളും റൂൾസും ഒക്കെ ഒരുപാട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അവിടെ വകുപ്പുകൾ വളരെ കുറവാണ്. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. 1904 ആക്ട് വാസ് എന്താണ് ഫേമസ് ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പരിഗണിച്ചുകൊണ്ട് സംഘങ്ങൾ രൂപീകരിക്കാം. അതുകൊണ്ട് അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ഐഡിയ ടുക്ക് എ കോൺക്രീറ്റ് ഷേപ്പ് ഇൻ 1904. 1904ലാണ് എന്ത് പറയുക, നമ്മുടെ സഹകരണ ഐഡിയോളജി അല്ലെ, അതിനൊരു കോൺക്രീറ്റ് ഷേപ്പ് ഉണ്ടാവുന്നത്. പിന്നെ പറയുന്നുണ്ട് സാർ ഡാനിയൽ ഹാമിൽട്ടൺ എന്താണ് ഈ ആക്ടിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നോക്കിയേ. ഇറ്റ് വാസ് ദി വേ ഫ്രം പോവേർട്ടി ടു പ്ലെന്റി. പട്ടിണിയിൽ നിന്ന്, പോവേർട്ടിയിൽ നിന്നും പ്ലെന്റിയിലേക്കുള്ള ഒരു വഴിയാണ് എന്തെന്ന് പറയുക 1904 ആക്ട്. ആര് പറഞ്ഞു? സാർ ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞു. ഇവിടെ പറയുന്നുണ്ട് സംഘങ്ങളെ നമ്മൾ ക്രെഡിറ്റ് എന്നും നോൺ ക്രെഡിറ്റ് എന്നും ഒക്കെ തരംതിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ സംഘം മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ, ക്രെഡിറ്റ് സംഘം മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് എന്നും നോൺ ക്രെഡിറ്റ് എന്നും ഒക്കെ തരംതിരിച്ചിട്ട് ക്രെഡിറ്റ് മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ 1904 ആക്ട് പ്രകാരം നമ്മൾ റൂറൽ സംഘമെന്നും അർബൻ സംഘമെന്നും തരംതിരിക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ നോക്കിയേ, ദ പ്രൊവിഷൻ ഫോർ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, ഇൻക്വയറി വാസ് അലൗഡ് ആസ് പെർ 1904 ആക്ട്. അപ്പൊ 1904 ആക്ട് പ്രകാരം നമുക്ക് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, ഇൻക്വയറി അല്ലെ, അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു വ്യവസ്ഥകൾ 1904 പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഇൻസ്പെക്ഷന്, അതോടൊപ്പം ഇൻക്വയറി ഒക്കെ നടത്തേണ്ട അതിന്റെ ആ ഒരു പ്രൊവിഷൻ എന്ന് പറയാൻ വ്യവസ്ഥകൾ 1904 ആക്ട് പ്രകാരം പറയുന്നുണ്ട്. അതിലുണ്ട്. അത് പ്രകാരം നമുക്ക് ഓഡിറ്റും ഇൻസ്പെക്ഷനും ഒക്കെ ഇൻക്വയറി നടത്താം. ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറയാൻ ഞാൻ വരുന്നുണ്ട്, എല്ലാം ശ്രദ്ധയോടെ ഇരിക്കുക. അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, സൊസൈറ്റീസ് വെയർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, രജിസ്ട്രേഷൻ ഫീസ്. അപ്പൊ സംഘങ്ങൾ എന്തടയ്ക്കേണ്ട? എക്സംഷൻ ഉണ്ട്. സംഘത്തിന് എന്തിനുള്ള ഇളവുണ്ടായിരുന്നു? ഇൻകം ടാക്സ് കൊടുക്കണ്ട അല്ലെ. നോക്കിയേ, സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകണ്ട, രജിസ്ട്രേഷൻ ഫീസ് ഒന്നും നൽകണ്ട കേട്ടോ. ഇതിൽ നിന്നെല്ലാം സംഘങ്ങൾക്ക് ഇളവുണ്ടായിരുന്നു, എക്സംഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു
നമ്മൾ റൂറൽ എന്നും അർബൻ എന്നും തരംതിരിക്കുന്നുണ്ട് അല്ലെ. നോക്കിയേ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ കോപ്പറേറ്റീവ്സ് വെയർ ക്ലാസിഫൈഡ് ആസ് റൂറൽ ആൻഡ് അർബൻ അല്ലെ. ആ റൂറൽ എന്നും അർബൻ എന്നും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. 80% അഗ്രികൾച്ചറിസ്റ്റ് വരണം റൂറലിൽ. ഇനി പറയുന്നത് 80% എന്താണ് നോൺ അഗ്രികൾച്ചർ ആയിരിക്കണം അർബൻ. അന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അതായത് ഒരു റൂറൽ സംഘത്തില് 80% കൃഷിക്കാരായിരിക്കണം. ഓക്കെ, റൂറൽ സംഘമാണെങ്കിൽ അവിടെ 80% ആരായിരിക്കണം? കൃഷിക്കാരായിരിക്കണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. എന്നാൽ ഒരു സംഘം അർബൻ ആകണമെങ്കിൽ അവിടെ 80% ആൾക്കാരും കൃഷിക്കാരാകരുത്, നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. പഠിക്കാൻ എളുപ്പ. റൂറൽ സംഘമാകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിന്റെ 80% ആരായിരിക്കണം? കൃഷിക്കാരല്ല, അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. എന്നാൽ ഒരു സംഘം അർബൻ ആകണമെങ്കിൽ പറയുന്നുണ്ട് അവിടെയുള്ള 80% നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഇനിയും പറയുന്നുണ്ട് ഓഡിറ്റ് വാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് രജിസ്ട്രാർ ആസ് പെർ ദിസ് ആക്ട്. ഈ ആക്ടിന് ഏറ്റവും വലിയ പോരായ്മയായിരുന്നു. കാരണം ഈ നിയമപ്രകാരം 1904 ആക്ട് പ്രകാരം എന്താണ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ആരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്? രജിസ്ട്രാറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എന്താണ് പറയുക? ഓഡിറ്റ് വാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് രജിസ്ട്രാർ ആസ് പെർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഓഡിറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാറിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയായിരുന്നു. നോക്കിയേ, അടുത്ത പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആസ് പെർ 1904 ആക്ട് ഈച്ച് കോപ്പറേറ്റീവ് വാസ് ടു ബി ഓഡിറ്റഡ് ബൈ ദ രജിസ്ട്രാർ വൺസ് ഇൻ എ ഇയർ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് 1904 ആക്ട് പ്രകാരം എല്ലാ സംഘവും രജിസ്ട്രാർ വർഷത്തിൽ ഒരിക്കൽ പോയി സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തിരിക്കണം. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ അല്ലെ മറ്റൊരാളെ ഏൽപ്പിക്കാനൊന്നും പറ്റില്ല. ഇദ്ദേഹം തന്നെ പോയി എന്ത് ചെയ്യണം? എല്ലാ സംഘങ്ങളും വർഷത്തിൽ ഒരിക്കൽ ഓഡിറ്റ് ചെയ്യണം. ഒരു ഫീസും ഈടാക്കാൻ പറ്റില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് വർഷത്തിൽ ഒരിക്കൽ പോയി എല്ലാ സംഘവും ഓഡിറ്റ് ചെയ്യണം. പെട്ടുപോയി കാണും അല്ലെ അന്നത്തെ രജിസ്ട്രാർ. പിന്നെ എന്താണ്? സംഘങ്ങളുടെ എണ്ണം കുറവാണ് അല്ലെ, സംഘങ്ങളുടെ എണ്ണം കുറവാണ്, അതാണ് ഒരു സമാധാനം. പക്ഷെ അദ്ദേഹം പെട്ടുപോയി കാണും. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നുണ്ട് സർ എഡ്വേർഡ് ലോ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 മെമ്പേഴ്സ്. അപ്പം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആരുടെ ശുപാർശ പ്രകാരമാണ് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരം റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ സഹകരണ നിയമം 1904 ആക്ട് രൂപീകരിക്കുന്ന ചോദിച്ചാൽ അത് എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെയാണ്. അത് ഞാൻ ഒരു ക്ലാസ്സിൽ എടുത്തു തരും കേട്ടോ. കാരണം ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ എടുത്തു തരും. ഈ ആക്ടിലേക്ക് എത്തിപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു നാൾവഴിയുണ്ട്, ഒരു ചരിത്രമുണ്ട് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ. അത് ഞാൻ എടുത്തു തരും. ഡെക്കാൻ റയറ്റും അഗ്രികൾച്ചർ റിലീഫ് ആക്ടും തക്കാവി ലോയും അല്ലെ. നമ്മുടെ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇന്ത്യയിലെ പിതാവായ നിക്കോൾസിനെ അന്നത്തെ മദ്രാസ് ഗവർണറായിട്ടുള്ള വെൻലോക്ക് യൂറോപ്പിലേക്ക് പറഞ്ഞു വിടുന്നു, ജർമ്മനിയിലേക്ക് പറഞ്ഞു വിടുന്നതും ഫൈൻഡ് റൈഫേഴ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അത് പ്രകാരം 1901 എന്ത് ചെയ്യുകയാണ്? അന്നത്തെ ഓർത്ത് വെച്ചേക്കുക, അന്നത്തെ ആരാണ്? വൈസ്രോയി ആയിരുന്ന എന്താണ് വൈസ്രോയി ലോർഡ് കേഴ്സൺ എന്ത് ചെയ്യുകയാണ്? 1901 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയാണ്. സാർ എഡ്വേർഡ് ലോ കമ്മിറ്റി എന്നറിയപ്പെടും. അതായത് സാർ എഡ്വേർഡ് ലോയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഓർത്തു വെച്ചേക്കുക, സാർ എഡ്വേർഡ് ലോയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഫെഡറിക് നിക്കോൾസിനെയും അതുപോലെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് ബുക്ക് എഴുതിയ വളരെ പ്രശസ്തനായിട്ടുള്ള എച്ച് ഡൂപ്പർനിക്സിനെയും അംഗമാക്കിക്കൊണ്ടാണ് 1901 അന്നത്തെ വൈസ്രോയെ ലോർഡ് കേഴ്സൺ അപ്പോയിന്റ് ചെയ്യുക, ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയാണ്. ഈ കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? ഇവർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കണം കേട്ടോ. ചരിത്രം ഞാൻ പറഞ്ഞുതരാവേ. ഇപ്പൊ 1904 ഇവരെന്ത് ചെയ്യണം? ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താ? കമ്മിറ്റി അവിടെ ശുപാർശ ചെയ്തത് ആ സഹകരണ നിയമം പാസ്സാക്കാനാണ്. സഹകരണ നിയമം പാസ്സാക്കുക, അത് പ്രകാരം നമുക്ക് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപീകരിക്കാം. ഓക്കെ, ഇപ്പൊ സഹകരണ നിയമം പാസ്സാക്കാൻ 1904 വന്ന റെക്കമെൻഡേഷൻ പ്രകാരമാണ് അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അല്ലെ, അതായത് മാർച്ചിൽ തന്നെ എന്ത് ചെയ്യുകയാണ്? സഹകരണ നിയമം പാസ്സാക്കി. അതുകൊണ്ട് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ കമ്മീഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് കേഴ്സൺ കമ്മിറ്റിയാണെന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. സോറി, ലോർഡ് കേഴ്സൺ കമ്മിറ്റി അല്ല, എഡ്വേർഡ് ലോ കമ്മിറ്റിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. വൈസ്രോയി ആയിരുന്നു അല്ലെ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ആര്? ലോർഡ് കേഴ്സൺ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ കമ്മീഷൻ നമുക്ക് ഏത് കമ്മിറ്റി വിശേഷിപ്പിക്കാം? എഡ്വേർഡ് ലോ കമ്മിറ്റിയെ വിശേഷിപ്പിക്കാം. ഇനി പറയാണ് ഈ ആക്ടിനെ കമ്പൈൽ ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ അത് സാർ ഡെവ്സൺ ഇബർസൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി കമ്പൈൽ 1904 ആക്ടിനെ കമ്പൈൽ ചെയ്തത് ആരാണ്? ഡെവ്സൺ ഇബർസൺ എന്ന് ഓർത്ത് വെച്ചേക്കുക. 1-2 തവണ ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ചോദിക്കാം അടുത്ത പരീക്ഷയ്ക്ക്. പിന്നെ 1904 ആക്ട് വരുന്ന സമയത്തെ വൈസ്രോയി ഞാൻ പറഞ്ഞു. വൈസ്രോയി ആരായിരുന്നു? കേഴ്സൺ പ്രഭു അല്ലെങ്കിൽ ലോർഡ് കേഴ്സൺ ആയിരുന്നു അത് വൈസ്രോയി എന്ന് ഓർത്ത് വെച്ചു. അടുത്തത്
നോക്കിയേ, 1904 ആക്ട് അലൗഡ് ഓൺലി ഇൻഡിവിജ്വൽ ആസ് മെമ്പേഴ്സ് കേട്ടോ. അപ്പം എന്താണ് 1904 ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽസിന് മാത്രമേ സംഘത്തിന് മെമ്പർ ആകാൻ പറ്റുകയുള്ളൂ. ഓർത്ത് വെച്ചേക്കുക, 1904 ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽസിന് മാത്രമേ സംഘത്തിൽ മെമ്പർ ആകാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, മെമ്പർ കനോട്ട് ഹോൾഡ് മോർ ദാൻ 1/5 ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ. ഇപ്പൊ ഒരു വ്യക്തിക്ക് 1/5 കൂടുതൽ ഷെയർ കൈവശം വെക്കാൻ പറ്റത്തില്ല. അവിടെ മറ്റൊരു കണ്ടീഷനോട് പറയുന്നത് മാക്സിമം 1000 രൂപയുടെ. നമ്മൾ 1/5 നോക്കുമ്പോൾ 1000 രൂപയുടെ മുകളിൽ വരികയാണെങ്കിൽ മാക്സിമം 1000 രൂപയെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 1000 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു വ്യക്തിക്ക് 1/5 കൂടുതൽ കൈവശം വെക്കാൻ പറ്റില്ല. പിന്നെ അവിടെ 26 പറയുന്നുണ്ട്, സെക്ഷൻ 1 ഓഫ് 1904 ആക്ട് ഡീൽസ് വിത്ത് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ആപ്ലിക്കേഷൻ. സെക്ഷൻ 3 ഓഫ് 1904 ആക്ട് ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 28 പറയുന്നു, നോ പ്രൊവിഷൻ ഫോർ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ ഇൻ 1904 ആക്ട്. 1904 ആക്ട് പ്രകാരം എന്താണ് ബൈലോ അമെൻഡ്മെന്റ് പറ്റില്ല, ബൈലോ നിയമാവലി ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചു. പിന്നെ പറയുന്നത് പോസ്റ്റ് ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഓഫ് രജിസ്ട്രാർ അല്ലെ, രജിസ്ട്രാറിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് വേണം എന്നൊക്കെ 1904 ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. 1904 ആക്ട് പ്രകാരം 10% നമ്മുടെ പ്രോഫിറ്റിന്റെ 10% ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി വകമാറ്റാം കേട്ടോ. 10% എന്താണ് ആ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ 1904 ആക്ട് പ്രകാരം പറയുന്നുണ്ട്, എ സൊസൈറ്റി ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് ഗവൺമെന്റ് ആൻഡ് ഗിവ് ലോൺ ടു മെമ്പേഴ്സ് ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി. 1904 ആക്ട് പ്രകാരം സംഘത്തിന് ഗവൺമെന്റിൽ നിന്നും മെമ്പേഴ്സിൽ നിന്നും ഒക്കെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പക്ഷെ എന്താണ് ആ മെമ്പേഴ്സിന് പേഴ്സണൽ സെക്യൂരിറ്റിയിലായിരിക്കും ലോൺ കൊടുക്കുക. ഇനിയുണ്ട് കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ആപ്പിലൊക്കെ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആപ്പില് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ ഏറ്റവും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമ്മുടെ ആപ്പ് ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പാർട്ടിൽ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ 1912 ആക്ടിനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കറിയാം നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ PSCയുടെ യോഗ തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഖാദി ബോർഡിന്റെ അല്ലെ, JCIയും അതുപോലെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റിന്റെ ഒക്കെ ആ ഒരു നോട്ടിഫിക്കേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉടനെ തന്നെ യോഗ തീരുമാനമായി എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പോ സഹകരണ മേഖല അവസരമാണ് തന്നെ, ഒരു സംശയമില്ല, ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിയേ CSCB ഉണ്ട് അല്ലെ, CSCBയുടെ പരീക്ഷകൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജൂനിയർ ടെറിട്ടറി ക്യാഷർ ആയിക്കോട്ടെ, നമ്മുടെ ഖാദിയാൻ വില്ലേജ് അല്ലെ, ഖാദിയാന്റെ വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള എന്താണ് പറയുക ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരുന്നുണ്ട്. KS കാർഡ് ബാങ്ക് ഏറ്റവും സൂപ്പർ ജോലികൾ ഒന്നായ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ, പ്രതീക്ഷിക്കാമെന്നല്ല ഉടനെ തന്നെ വരുന്നതായിരിക്കും, ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ചില കുട്ടികളുണ്ട് എന്താണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എക്സാം കലണ്ടർ ഒക്കെ വന്ന് എക്സാമിന് ഡേറ്റ് ഒക്കെ ആകുമ്പോൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അത് വേണ്ടെന്നേ, നമുക്ക് ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്ലേസ്ഡ് ആകാം. കേസ് കാർഡ് ആയിക്കോട്ടെ, JCI ആയിക്കോട്ടെ, അല്ലെങ്കിൽ CSCB ആയിക്കോട്ടെ, ഏത് പരീക്ഷ വേണം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോൾ മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ അല്ലെ, ഒറ്റ കോഴ്സിൽ തന്നെ പഠിക്കാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇവിടെ നടക്കുന്ന ഓഫർ കേട്ടോ. ഒറ്റ കോഴ്സിൽ 3 പരീക്ഷയ്ക്ക് പഠിക്കാം, ഒറ്റ കോഴ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയാൻ എന്താണ്, ആ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതിന്റെ തനത് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായവും ലഭ്യമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങിയാലോ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. 9072750559 അല്ലെങ്കിൽ 9778285055. ഇതിലേതെങ്കിലും നമ്പറിൽ കേട്ടോ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ കോഴ്സ് സ്ട്രാറ്റജീസും എങ്ങനെയാണ്, കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരം ഇപ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് വിജയിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.